ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു അടിപൊളി ഒരു തോരനാണ്. അതായത് നമ്മുടെ കൂന്തൽ കണവ തോരനാണ്. നല്ലൊരു അടിപൊളി തോരനെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ്, ഞാനൊരു 10-20 ചെറിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളകും, പിന്നെ ആദ്യമായി എണ്ണയിൽ ഞാൻ ഉലുവയും ഇട്ട് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഇത് വഴറ്റുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ വെളുത്തുള്ളി ശരിക്കും മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതിൽ നല്ല സോഫ്റ്റായി വരുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് ചേരും. അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളിയൊരു രുചിയിലൊരു തോരനാണിത്. ഈ ഒരു തോരൻ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വഴറ്റിയതിന് ശേഷം അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതായത് തേങ്ങയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി, തേങ്ങയുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാനൊരു ജാറിലേക്ക് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് തേങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ രീതിയിൽ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ആദ്യം ഞാൻ ഇതെല്ലാം ചേർത്ത് അതായത് നമ്മുടെ കണവ കൂന്തൽ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അതും നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കറിൽ വേവിച്ചിട്ട് അതായത് നല്ല മുറ്റിയ നല്ല കണവയാണേ. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചട്ടിയിലിട്ട് വഴറ്റിയാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അരപ്പ് ചതച്ചെടുത്തത് ഈ ഉള്ളിയുടെ കൂടിലേക്ക് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത കണവ നല്ല കട്ടിയുള്ള കട്ടിയുള്ള നല്ല കണവയാണ്. അതിൻ്റെ ഫ്ലഷെല്ലാം നല്ല കട്ടിയും നല്ല വേവിച്ചെടുത്തപ്പോൾ കുക്കറിൽ വേവിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അത് തോരനിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഭാഗമൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ള ഈ കണവ ഈ കട്ട് ചെയ്ത് ഇപ്പം കുക്കറിൽ വേവിച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ഇതിൻ്റെ തേങ്ങയുടെയും ഈ അരപ്പിൻ്റെ എല്ലാം ആവി കയറി കണവ ഒന്നും കൂടി അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഈ ചെറിയ രീതി വളരെ ചെറിയൊരു വീഡിയോ ആണിത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും. കാരണം ഇത് ഇത്രയും എളുപ്പത്തിന് നമുക്ക് വീട്ടിൽ ജോലി തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് കണവ കട്ട് ചെയ്ത കണവയിൽ ഞാൻ കുക്കറിൽ വേവിച്ചതിൽ അല്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. മസാല ചേർക്കുമ്പോൾ ഉപ്പ് നോക്കി വേണം ചേർക്കാനായിട്ട്. പിന്നെ കണവ ഓൾറെഡി ഉപ്പ് കണ്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഉപ്പെല്ലാം ചേർക്കാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷനിലും ഒന്ന് ടച്ച് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. എല്ലാം കൂടി ഇനി കണവ ഞാൻ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരപ്പും കണവയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ നല്ല ടേസ്റ്റായിട്ട് ഇത് മാത്രം മതി. ഇത് മാത്രം കൂട്ടിയാണ് ചോറ് കഴിച്ചത്. അത്രയ്ക്ക് ടേസ്റ്റാണിത്. നല്ല അടിപൊളി രുചിയിൽ നല്ലൊരു ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം. അടിപൊളി തോരനാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇൻഷാല്ലാ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.